ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങാപ്പാൽ ചേർത്ത മീൻകറിയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നിങ്ങൾ മീൻകറി വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം മീൻ ഇവിടെ നല്ലപോലെ വൃത്തിയാക്കി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. തേങ്ങാപ്പാൽ വേണം, ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, ഇഞ്ചി അതുപോലെ കട്ട് ചെയ്തെടുക്കുക, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി, പിന്നെ ആവശ്യത്തിന് എണ്ണ, ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് പൊടികളായിട്ട് ഇനി വേണ്ടത് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ നമുക്ക് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുഴച്ച് കുഴമ്പ് രൂപത്തിൽ ആക്കി വെക്കാം. ഇനി നമുക്ക് കറി വെക്കേണ്ട മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമല്ലോ, അപ്പം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. കുടപ്പുളിയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഓരോ കഷ്ണമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനെല്ലാം ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. മീൻ വേകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീനിവിടെ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പും പുളിയൊക്കെ പാകാണെന്നൊന്ന് നോക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പോരായി വന്നുകൊണ്ട്. ഇത് നമുക്കൊരു ചെറുതീയിലൊന്ന് കുറച്ച് 5 മിനിറ്റൊക്കെ അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൺചട്ടിയിൽ അങ്ങോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തിളച്ച് കിടക്കണം. കാണുമ്പോൾ തന്നെ അറിയാലോ ആ കറിയുടെ മണവും ടേസ്റ്റും എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ പറയുവാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.